സാധ്യമല്ല. നേരെ മറിച്ച് ആദ്യമായി റബീഉൽ അവ്വൽ മാസത്തെ ആഘോഷിച്ചവനാര് എന്ന ചോദ്യത്തിന് സമസ്തക്കാർ തന്നെ നൽകിയ ഉത്തരം എന്താണ്? മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജനാ, ഹിർബൽ ഭരിച്ചവനാണ് വൻപെറുമിഷ്ടനാ. ഹിർബൽ ഭരിച്ച മുളഫർ രാജാവ്, അയാളാണ് ആദ്യമായി റബീഉൽ അവ്വൽ മാസത്തെ ആഘോഷിച്ചത്. ഇബ്നു ദഹിയ എന്ന് പറയുന്ന ആൾ എഴുതിക്കൊടുത്ത മൗലിദ്, ആ മൗലിദ് ആളുകളെ വിളിച്ചിരുത്തി പാട്ടുപാടി വലിയ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ട് ആളുകളെ കൊണ്ട് ആദ്യമായി റബീഉൽ അവ്വൽ ആഘോഷിപ്പിച്ച ആള് മുളഫർ രാജാവാണെന്ന് പറയുമ്പോ, ആ മുളഫർ രാജാവ് നാട് ഭരിച്ചത് ഹിജ്റ 600-ലാണ്, 6-ാം നൂറ്റാണ്ടിലാണ്. ഉത്തമ തലമുറകൾ പോയി വീണ്ടും 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 6-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന മുളഫർ രാജാവിന് മുമ്പ് റബീഉൽ അവ്വലിനെ ആഘോഷിച്ച ഒരു ചരിത്രമുണ്ടോ? റബീഉൽ അവ്വലിനെ സന്തോഷിച്ച, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ മാസമാക്കി മാറ്റിയ ഒരു ചരിത്രമുണ്ടോ? ഒരിക്കലുമില്ല. എത്രത്തോളം ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മുളഫർ രാജാവിന്റെ ആഗമനത്തിന് മുമ്പ് ജീവിച്ചു ഇവിടെ മുസ്ലിങ്ങൾ, ജീവിച്ചു ഇവിടെ സഹാബത്ത്, ജീവിച്ചു ഇവിടെ താബിഈങ്ങൾ, ജീവിച്ചു ഇവിടെ തബഉ താബിഈങ്ങൾ. ഈ പറയപ്പെട്ട ഉത്തമ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വലായാൽ അവർ പറയുമായിരുന്നു, നമ്മുടെ പുന്നാര നബി വഫാത്തായ മാസമാണിത്, നമ്മുടെ നേതാവ് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ മാസമാണിത് എന്നവർ പറയുമായിരുന്നു. ജനങ്ങളോട് അവർ ഓർമ്മിപ്പിക്കുമായിരുന്നു. അതവർ മാത്രമല്ല, ഇന്നും ആളുകൾ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസമായാൽ നമ്മുടെ നാട്ടിൽ ഖുതുബ നടക്കുന്ന പള്ളികളിൽ അറബിയിൽ മാത്രം ഖുതുബ നടത്തണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ആ അറബിയിൽ ഖുതുബ നടക്കുന്ന പള്ളികളിൽ ഓതുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് നബാത്തിയ ഖുതുബ കിതാബ് എന്ന്. ആ ഇബ്നു നബാത്തുൽ മിസ്രിയുടെ ആ ഖുതുബ കിതാബ് എന്നെടുത്ത് മറിച്ചു നോക്കിയാൽ ഒരു മാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യുക. റമദാനിൽ നോമ്പിനെ കുറിച്ച് പറയും, അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിനെ കുറിച്ച് പറയും. അങ്ങനെ ഒരു മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഖുതുബ കിതാബിൽ പറയുന്നതെങ്കിൽ മാന്യ സഹോദരങ്ങളെ ഒന്ന് ചോദിച്ചു നോക്ക്, റബീഉൽ അവ്വലായാൽ എന്താ ഉസ്താദേ നമ്മുടെ ഖുതുബയിലെ വിഷയം? എന്താ ഉസ്താദേ നമ്മുടെ ഖുതുബയിലെ വിഷയം? എന്താ റബീഉൽ അവ്വൽ മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ച പറയാനുള്ളത്? ഉസ്താദ് അതെ മിമ്പറിന്റെ സമീപത്തേക്ക് വന്ന് ഇതാ വെള്ളിയാഴ്ച ദിവസം നന്നായി ഒരുങ്ങി വലിയൊരു കോട്ടിട്ട് അതിന്റെ മുന്നിൽ സനതുകുപ്പായമിട്ട് നല്ലൊരു തലപ്പാവ് ധരിച്ച് അങ്ങനെ മിമ്പറിലേക്ക് കയറി ആ വാളെടുത്ത് ഇങ്ങനെ കുത്തി അങ്ങനെ വേലിത്തമ്പി തിളവ് നിൽക്കുന്ന കോലത്തിൽ അങ്ങനെ നിന്നുകൊണ്ട് തന്റെ കയ്യിലേക്ക് ആ കിതാബ് എടുത്ത് നോക്കുമ്പോ റബീഉൽ അവ്വൽ മാസത്തെ 1-ാമത്തെ ഖുതുബ മറിക്കുമ്പോ അതിന്റെ ഹെഡിങ്ങിൽ തന്നെ കാണുന്നു, ഇന്ന് ചർച്ച ചെയ്യുന്നത് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ വഫാത്തിനെ കുറിച്ചാണ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഇതാ ജനങ്ങളോട് വിളിച്ചു പറയുന്നു, എന്ത് അയ്യുഹന്നാസ്